ഹിതമല്ല തിരുഹിതമെന്നിൽ എന്നെന്നും നിറവേറണം. ക്രിസ്തുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ എല്ലായ്പ്പോഴും ഒത്തിരി സങ്കടം തോന്നാറുണ്ട്. അതിന് കാരണം ഇത്രയേറെ നന്മ ചെയ്തിട്ടും മനുഷ്യരെന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ തിരിച്ചറിയാതെ പോയത്? എന്തുകൊണ്ടാണ് അവൻ്റെ പ്രവൃത്തികളിലൂടെ അവനെ മനസ്സിലാക്കാതെ പോയത്? എല്ലാ കാലത്തും ഉണ്ടാകുന്ന ഒരു വിഷമം ഇതുതന്നെയാണ്. ക്രിസ്തുവിനെ മനുഷ്യർ കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടില്ല, അവനെ മനസ്സിലാക്കിയിട്ടില്ല. മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും പെരുമാറില്ലായിരുന്നല്ലോ. അതിന് വളരെ കൃത്യമായൊരു ഉദാഹരണമാണ് ഇന്നത്തെ സുവിശേഷം. ഇന്ന് പരിസയർ വന്ന് യേശുവിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത്? ഇതാണ് ചോദ്യം. വളരെ കൃത്യമായ ചോദ്യം തന്നെയാണിത്. ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത്? ഇങ്ങനെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്കിടയിൽ ക്രിസ്തു അവരോട് പറയുന്ന ഒറ്റ വാക്കേ ഉള്ളൂ, ഇതാ ഇവിടെ, അതാ അവിടെ എന്നൊക്കെ പറഞ്ഞ് പലരും പല രീതിയിൽ ദൈവരാജ്യത്തെ വ്യാഖ്യാനിക്കും. പക്ഷേ ഒറ്റ വാക്കിൽ ദൈവരാജ്യത്തെക്കുറിച്ച് പറയാവുന്ന ഇത്രയേ ഉള്ളൂ, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. ഇതാണ് ക്രിസ്തുവിൻ്റെ ഉത്തരം. ഇങ്ങനെ ഒരു കൂട്ടമായി ചുറ്റുമെന്ന് കുറച്ചുപേർ സംസാരിക്കുന്നതിനിടയിൽ ക്രിസ്തു പറയുന്ന ഉത്തരമാണിത്. എന്നിട്ട് അവർക്ക് മനസ്സിലായില്ല എന്താണ് ദൈവരാജ്യമെന്ന്. ഇതാണ് ഞാൻ ആദ്യമേ ഉദ്ദേശിച്ചത്, ക്രിസ്തുവിനെ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. പ്രിയമുള്ളവരെ, ദൈവരാജ്യം ക്രിസ്തുവാണ്. അവർ കണ്ട ഏറ്റവും വലിയ സദ്വാർത്ത ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ കാണാൻ കഴിഞ്ഞ കണ്ണുകൾ ഭാഗ്യമുള്ളവ. കാലങ്ങളായി അനേകർ കാത്തിരുന്നത് ഈ കാഴ്ച കാണാനാണ്. നിങ്ങൾ കേൾക്കാൻ കഴിഞ്ഞ ഈ കാതുകൾ ഭാഗ്യമുള്ളവ. അനേക വർഷങ്ങളായി പലരും കേൾക്കാൻ ആഗ്രഹിച്ചത് ഈ കാര്യങ്ങളാണ്. ഇങ്ങനെ കണ്ടതും കേട്ടതുമായ ദൈവരാജ്യത്തിൻ്റെ പൂർണ്ണരൂപം ക്രിസ്തുവാണ്. ഈ ക്രിസ്തുവാണ് അവരുടെ ഇടയിൽ നിൽക്കുന്നത്. എന്നിട്ട് അവർ ചോദിക്കുന്നു, ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത്? എത്ര മനസ്സിലാക്കാൻ കഴിയാത്തൊരു ചോദ്യമാണിത്. അവരുടെ ഇടയിൽ നിന്ന് ക്രിസ്തു സംസാരിച്ച കാര്യങ്ങളും അവരുടെ ഇടയിൽ നിന്ന് ക്രിസ്തു പ്രവർത്തിച്ച കാര്യങ്ങളും പിതാവായ ദൈവത്തിൻ്റെ ഹിതം ഭൂമിയിൽ നിറവേറ്റുന്ന കാര്യങ്ങളായിരുന്നു. ആരും സംസാരിക്കാത്ത കാര്യങ്ങളായിരുന്നു, വ്യത്യസ്തമായ കാര്യങ്ങളായിരുന്നു. ഈ വ്യത്യസ്തത കൊണ്ട് തന്നെ അവർ മനസ്സിലാക്കേണ്ടത് ക്രിസ്തുവാണ് ഈ സംസാരിക്കുന്നതെന്നാണ്. കാത്തിരുന്ന മിശിഹായാണ് മുമ്പിലുള്ളതെന്നാണ്. ദൈവരാജ്യമാണ് നമ്മുടെ മുമ്പിൽ ആഗതനായിരിക്കുന്നതെന്നാണ്. ഇത് മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് കുരിശുമരണത്തോളം അവൻ ഈ ഭൂമിയിൽ വേദനിക്കേണ്ടി വന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ക്രിസ്തുവിനെ മനസ്സിലാക്കുന്നിടത്താണ് ക്രിസ്തുവിൻ്റെ ജീവിതം പൂർണ്ണതയാകുന്നത്. ഒരു കോൺസെപ്റ്റ് തിയോളജിയിൽ പഠിച്ചത് ഓർക്കുന്നുണ്ട്, ഡിസ്പോസിഷൻ ഓഫ് ദ ഗ്രേസ്. അതായത് നമ്മുടെ മുമ്പിൽ കൃപയുടെ സാന്നിധ്യമുള്ള ഒന്നുള്ളപ്പോൾ അത് സ്വീകരിക്കാൻ നമ്മൾ പാകപ്പെട്ടാൽ മാത്രമേ ആ കൃപ നമ്മളിലേക്ക് ഇറങ്ങി വരികയുള്ളൂ. ഒരു ഉദാഹരണം, പരിശുദ്ധ കുർബാന അത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഈ സാന്നിധ്യം സ്വീകരിക്കാൻ നമ്മൾ ഒരുക്കമാണെങ്കിൽ മാത്രമേ ആ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മളിലേക്ക് ഇറങ്ങി വരികയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ക്രിസ്തു വരികയില്ല. അതാണ് യൂദാസ് പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് പിശാച് ഉള്ളിൽ സ്വീകരിച്ചു എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നത്. കാരണം കൃത്യമായി അവൻ്റെ ഡിസ്പോസിഷൻ തെറ്റായിരുന്നു. ഇന്നത്തെ സുവിശേഷം ഓർമ്മിപ്പിക്കുന്നത് തന്നെയാണ്, നമ്മളുടെ ഡിസ്പോസിഷൻ അനുസരിച്ചാണ് ക്രിസ്തുവിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ക്രിസ്തുവിൻ്റെ ജീവിതത്തെ നമ്മൾ തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഈ ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ അവൻ്റെ വചനം ജീവിക്കണം. ഇതാണ് ഒറ്റ ഉത്തരം. ക്രിസ്തുവിൻ്റെ വചനം ജീവിക്കുന്ന മനുഷ്യർക്ക്, ക്രിസ്തുവിൻ്റെ വചനം മാംസം ധരിക്കുന്ന മനുഷ്യർക്ക് ആ ദൈവരാജ്യത്തെ കൃത്യമായി മനസ്സിലാക്കാനും ജീവിക്കാനും സാധിക്കും. ആ ക്രിസ്തുവിനെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഓർക്കേണ്ടത്, ഈ ക്രിസ്തുവിനെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? എൻ്റെ ചോദ്യം വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ക്രിസ്തുവിനെ നമ്മൾ മനസ്സിൽ ആക്കിയിട്ടുണ്ടോ? മനസ്സിൽ ആക്കണം. മനസ്സിനുള്ളിൽ ക്രിസ്തുവിനെ ആക്കണം. അതാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മനസ്സിൻ ഉള്ളിൽ ക്രിസ്തുവിനെ ആക്കുമ്പോൾ അത് മനസ്സിൽ ആക്കലായി തീരും. അങ്ങനെ ആക്കുന്നിടത്ത് ക്രിസ്തു ഈ ഭൂമിയിൽ ദൈവരാജ്യമാണെന്നുള്ള തെളിവും ആ ഒരു വെളിച്ചവും നമുക്ക് കിട്ടും. ഇന്നും ദൈവരാജ്യത്തെക്കുറിച്ച് നമ്മളൊക്കെ ഓടി നടക്കുകയാണ്. ഓരോ വേദനകൾ ഉണ്ടാകുമ്പോഴും അവിടെ ചെന്നാൽ സുഖം കിട്ടും, ഇവിടെ ചെന്നാൽ സുഖം കിട്ടുമെന്നൊക്കെ മനുഷ്യർ പലയിടത്ത് നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ പോകുന്നിടത്തൊന്നുമല്ല, നമ്മളുടെ ഇടയിൽ നമ്മുടെ മുമ്പിൽ ക്രിസ്തു ആഗതനാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധ കുർബാനയിലാണ്. അവിടെയും ഇവിടെയും ഓടുന്നവർക്കൊക്കെ കുറച്ചും കൂടി നിന്ന് സമാധാനത്തോടെ ആശ്വസിക്കാനുള്ളൊരു വചനമാണിത്. ഓടി നടക്കേണ്ട, വിശ്വാസത്തിൽ പതറിപ്പോകേണ്ട ഒരു സാഹചര്യമല്ല, മറിച്ച് നമ്മുടെയൊക്കെ ദേവാലയത്തിൽ ചെന്ന് മുട്ടുകുത്തി ആ പരിശുദ്ധ കുർബാനയെ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും, അവിടെ ക്രിസ്തുവുണ്ട്, അവിടെ ദൈവരാജ്യമുണ്ട്, അവിടെ സമാധാനമുണ്ട്, അവിടെ എല്ലാത്തിനുമുള്ള രക്ഷയുമുണ്ട്. ഇതിനേക്കാളും അപ്പുറം ഒരു പരിസയ മനോഭാവം നമുക്കുണ്ടാകരുത്.
അന്ന് ക്രിസ്തുവിനെ ചോദ്യം ചെയ്തും മനസ്സിലാക്കപ്പെടാതെ പോയ പരിസയരാണ്. ഒരുപക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒന്ന് ഓർക്കണം, ഇപ്പോഴും ഒരു പരിസേനെ പോലെയാണോ നമ്മൾ ക്രിസ്തുവിന് മുമ്പിൽ നിൽക്കുന്നത്? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നാവിൽ എന്നീശോതൻ നാമം, കാതിൽ എന്നീശോതൻ നാദം, കണ്ണിൽ ഈശോതൻ രൂപം, നെഞ്ചിൽ ഈശോതൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. നാവിൽ എന്നീശോതൻ നാമം, കാതിൽ എന്നീശോതൻ നാദം, കണ്ണിൽ ഈശോതൻ രൂപം, നെഞ്ചിൽ ഈശോതൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. നാവിൽ എന്നീശോതൻ നാമം. നീയൻ അരികിൽ വന്നു, ഉള്ളം തരളിതമായി, കാതിൽ തിരുമൊഴി കേട്ടു, നീയൻ പൈതലല്ലേ, ആണിപ്പഴുതുള്ള കൈകളാൽ എന്നെ മാറോടു ചേർത്തണച്ചു. നാവിൽ എന്നീശോതൻ നാമം, കാതിൽ എന്നീശോതൻ നാദം, മഹിയും മഹിതാശകളും എന്നെ പുൽകിടുമ്പോൾ എന്നും നിൻഹിതമറിയാൻ ഹൃദയം പ്രാപ്തമാക്കൂ. എൻഹിതമല്ല തിരുഹിതമെന്നിൽ എന്നെന്നും നിറവേറണം. നാവിൽ എന്നീശോതൻ നാമം, കാതിൽ എന്നീശോതൻ